അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് രണ്ട് സ്വഹാബാക്കളെ ചരിത്രമായിട്ട് ഞങ്ങൾ ചൊന്നെ മൂന്നാൾക്ക് ഇന്റെ മൂന്നാമത്തെ സ്വഹാബിയുടെ ചരിത്ര വിവരിക്കായിട്ട് പോകേണ്ടത് ആറായിട്ട് സ്വഹാബി തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ചരിത്രമായിട്ട് വിവരിക്കോപ്പുണ്ട്. തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് ദുആറത് എന്തൊരു ദുആ? അല്ലാഹുമ്മ ജഅൽ ലഹു ആയ തുഈനു അലാ മാ യൻമി മിനൽ ഖൈർ. പടച്ചവൻ അയാൾ എന്തൊരു ഖൈർ ഉദ്ദേശിക്കണം അതൊരു ദൃഷ്ടാന്തത്തെ നീ അയാൾക്ക് ആക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു ഇൻഷാ അല്ലാഹ് ആ ദൃഷ്ടാന്തം എന്തായിട്ടിക്കട് എന്നൊക്കെ നമുക്ക് വിവരിക്കാം. മഹാനവറുകൾ യമാമ യുദ്ധത്തിലായിട്ടിക്കട് കൊല്ലപ്പെട്ടത്. ആ യമാമ യുദ്ധത്തിന് പോകുമ്പോ കൂടെയുള്ള ആളുമാരട്ടി ചെന്ന് അത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന സംഭവമായിട്ട്. അപ്പൊ ആ ഒരു യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിയുടെ ആ യുദ്ധ നബിയാണെന്ന് വാദിച്ചു വന്ന കള്ള മുസൈലിമത്തുൽ കദ്ദാബ് അവന്റെ ആൾമാരൊട്ടിക്ക് പൊരുതുക പോയ ആ ഒരു യുദ്ധത്തിൽ മരിച്ചത്. അപ്പൊ ആ യുദ്ധത്തിൽ പോകുമ്പോ ചൊല്ലെ കൂട്ടുള്ള ആൾമാരൊട്ടുക നാനൊരു കിനാവ് കണ്ടേ. ആ കിനാവിടെ എന്തിനടിങ്ങ ചൊല്ലാറ് വ്യാഖ്യാന നക്ക് വ്യാഖ്യാന ചൊന്തത് അയാൾ ചൊല്ലെ കൂടെയുള്ള ആൾമാരൊട്ട് എന്തിനീങ്ങ കണ്ട കിനാവ് അയാൾ ചൊല്ലെ നന്റെ തലമുടി പഠിച്ചിട്ട് ഒരു പക്ഷി നന്റെ വായിൽ നിന്നും പാറി പോയിട്ട് ഒരു പെണ്ണുങ്ങ അയിമ ഭയത്തിലുൾക്കത്തിൽ നന്റെ ആക്കിയത് നന്റെ മോന് അമ്രും ചൊല്ല നന്റെ മോന് നന്റെ ഭാരി ഗടി അർജന്റിൽ തേടിക്കൊണ്ടുള്ള പക്ഷേ നന്റെ ഒട്ടിക്ക് എത്തുകായിട്ടില്ല. അപ്പൊ എന്തായിട്ട് കിനാവിടെ വ്യാഖ്യാനം കൂടുതൽ അങ്ങ് ചെന്നത് നല്ലത്. അപ്പൊ അയാൾ ചെന്ന് നാനതിരെ വ്യാഖ്യാനം ചൊല്ല നന്റെ തലമുടി പഠിച്ചത് എന്നതിലെ വ്യാഖ്യാനം അത് നന്റെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മുറിക്കപ്പെട്ടു എന്നർത്ഥം. വായിൽ നിന്ന് ഒരു പക്ഷി പാരി പോയിത്ത് എന്നതിന്റെ അർത്ഥം നന്റെ റൂഹ് പുറപ്പെട്ടു എന്നായിട്ട് അതിരർത്ഥം. ഒരു പെണ്ണുങ്ങ ബേത്തറുൽകാക്കിത്തും ചൊന്നില്ലേ അതിരർത്ഥം ഭൂമിയുടെ ഉൽഗത്തിൽ അതായത് ഖബറിൽ നന്റെ ശരീരമാവുള്ളൂ എന്ന് ദഫൻ ചെയ്തു എന്നർത്ഥം. പക്ഷെ നന്റെ മോന് അർജന്റിൽ നന്റെ തേടിയോണ്ടുള്ള ചെന്നല്ലേ. അപ്പൊ നന്റെ മോന് യുദ്ധത്തിൽ ഷഹീദാവുക ആഗ്രഹിക്കണ പക്ഷെ പെട്ടെന്ന് അത് കിട്ടില്ല, കുറെ കഴിഞ്ഞിട്ട് അവനക്ക് കിട്ടൂ എന്നായിട്ട് എന്ന ആ സ്വപ്നത്തെ മഹാനവർകൾ തന്നെ വ്യാഖ്യാനാക്കിയത്. അപ്പൊ ആ സംഭവം അത് അങ്ങനെ തന്നെ ആയിട്ട് പിന്നെ നടന്നതും ഇതിപ്പോ യുദ്ധത്തിൽ പോകുമ്പോ കണ്ട കിനാവ് മഹാനവർകൾ ചൊന്നതും എന്നിട്ട് മഹാനവർകൾ തന്നെ അതിനെ വ്യാഖ്യാനിച്ചു. ആറായിട്ട് തുഫൈൽ ഇബ്നു അംർ ദൗസി എന്നാളത് അയാള് ദൗസ് എന്ന ആ കബീൽ ആ ഒരു ഗോത്രത്തെ നേതാവായിട്ട് ഇസ്ലാമിക്ക് മുന്നിൽ തന്നെ അവിടുത്തെ നേതാവും അവിടുത്തെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരാള് മാത്രല്ല വലിയ സ്ഥാനമുള്ള ആളുമാരായിട്ട് വലിയൊരു സ്ഥാനമുള്ള ആളായിട്ടായിട്ട് അതിലെ കണക്കാക്കി. കാരണം ഒരിക്കൽ പോലും അയാളെ ഔത്തർമുട്ടത്തിൽ നിന്ന് ബിസലി അടുപ്പിടിക്കില്ല. അച്ഛൻ്റെ അർത്ഥം ആൾമാർ വന്ന് പൈച്ചങ്ങും ഇതൊക്കെ അവിടെ ഫുഡ് കൊടുത്തോണ്ടിക്കട് ഏ ജാവ് പോയി ബായിൽ തട്ടിയെന്ന് കണ്ടെങ്കിൽ എന്തൊരു ഹെൽപ്പും ആ ബായിൽ ഓപ്പൺ ആവുള്ളൂ എന്നായിട്ട് ചരിത്രകന്മാർ ചരിത്ര മഹാന്മാർ അയാളെ വിശേഷിപ്പിച്ചത്. മാത്രല്ല വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ, നല്ല തെരിഞ്ഞ മനുഷ്യൻ, അറബി പാട്ടുകാരൻ, സാഹിത്യകാരൻ, വലിയ അറിയപ്പെട്ട ആളും മാത്രം വലിയ ഒരു സാഹിത്യം തെരിഞ്ഞ വ്യക്തിയായിട്ട് ഇടയാളും. അപ്പോ ഈ തുഫൈല് അയാൾ എന്തായിട്ട് തിഹാമ ചൊന്നിട്ടും അത് ആ ഭാഗത്തിൽ നിന്നായിട്ട് അയാളോട് വേണ്ട മക്കത്ത് വേണ്ടേ. അങ്ങനെ മക്കത്ത് ഇയാൾ എന്തിനേക്കട് കയബത്ത് അവിടേക്ക് പണ്ട് ഈ വന്ന സമയത്ത് ഇയാൾ എത്തുമ്പോ മക്കറായത്തില് മൂപ്പന്മാരല്ല ഇയാളിട്ട് കൂടിയിട്ട് ഇയാളിട്ടെല്ലാം കൂടിയാറ് പലക്കറഞ്ഞാറ് എല്ലാ ആൾമാർ വന്നാറ് എല്ലാവരും കൂടി ചൊന്നത് ഇവിടെ ഒരു ആളുണ്ട് മുഹമ്മദിന്റെ പേര് പുതിയൊരു ദീനുമായിട്ട് വന്നത്. മാത്രമല്ല ഇങ്ങനെ പലക്കമീത്ത് കാത് കൊടുത്തണ്ട അവർക്ക് അയാളെ പലക്ക കാത് കൊടുത്തെങ്കിൽ ആ ബലല് ഭൂണ്ടേ. അതുകൊണ്ടിട്ട് എന്താ നിങ്ങളെ പെഞ്ഞയും മക്ക കുടുംബം എല്ലാം വേറെ വേറെ ആവും.
അത് നിങ്ങളെ റായത്ത് ഭിന്നിപ്പുണ്ടാവും, നിങ്ങളുടെ റായത്ത് പലതും സംഭവിക്കും. അതുകൊണ്ട് കാത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകും. ഇങ്ങനെ ആൾമാരെല്ലാം കൂടിയിട്ടെല്ലാം ചൊന്നത്. അത് ആ സംഭവം തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലു. ನಾನು ಮಕ್ಕತ್ತಿಗೆ ಮುನ್ನಿಟ್ಟೆ. ಅಪ್ಪ ಕುರೈಶಿ ನೇತಾಕന്മാരെಲ್ಲ ಬಂದರು, ನಕ್ಕೆ ಸ್ವಾಗತ ಹಾಕಿಯರು, ನಕ್ಕೆ വലിയ സ്വീകരണ തന്നറ്. എന്നിട്ട് ആൾമാറും വലിയ വലിയ ലീഡർമാരെല്ലാം ഒരുമിച്ച് കൂടി എന്നിട്ട് ചൊന്നറ്, ഞങ്ങളെ റായത്തുക്ക് വന്നര് ഇതാ അവിടെ നബീന്റെ വന്നാല് ഞങ്ങളെ ഇവിടെ റായത്ത് ഭിന്നിപ്പായിട്ട് ഞങ്ങളെ കുടുംബല പല വിധത്തിലായിട്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു നിങ്ങളെ റായത്ത് അത് താട്ടിക്കോപേനായിട്ട് നിങ്ങളോട്ട് ചൊല്ലേ ആ മനുഷ്യരിട്ട് നിങ്ങൾ പലക്കറിഞ്ഞാണ്ടാവും. അതൊരു പലക്കാൻ ചൊല്ലത് അത്രക്കും എന്താ അതിലൊരു മനുഷ്യൻ പൊട്ടുപോയി പിന്നെ രക്ഷപ്പെടുന്നത് സാധ്യമില്ല. അപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ നബിയെ കുറിച്ചൊക്കെ ചൊന്നിട്ടാകുമ്പോ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലേ, നാണ് തീരുമാനിച്ച ആ മനുഷ്യരെ കാണുകയില്ല പലക്കറിയില്ല തീരുമാനിച്ച. അങ്ങനെ ನಾನು പിത്യാണ്ട് കഅബ തവാഫാക്കോബേനായി പോയി ആ കഅബത്തോടെ വിഗ്രഹത്തിൽ വെച്ച് ബഹുമാനിച്ചിട്ടുన్నారు. അവിടെ എല്ലാം പോയിട്ടാകുമ്പോഴത്തേക്കും ഞാൻ എന്തും കേൾക്കില്ലാന്ന് ചൊന്നിട്ട് എവിടത്തോളം ചൊന്നെങ്കിൽ ನಾನು ಆ ಪಳ್ಳಿಗೆ പോകുമ്പത്ത് കായബത്തുക്ക് മുട്ട പോകുമ്പത്തുക്കും കാതുക്ക് പറത്തി വെച്ചിട്ട് പോയി കാത് ബന്ധാക്കിട്ട് നക്കെന്തോ അയാളെ പലക്ക് കേൾക്കത്തില്ല കാണുകത്തില്ല. പോകുമ്പത്തുക്കും അവിടെ കായബത്തെ മുട്ട നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടാകുമ്പോ ഞാൻ നോക്കിയേ ചെന്ന ഞങ്ങളെ പോലത്തെ നിസ്കാരമല്ല. അതെല്ലാം കണ്ടിട്ടാകുമ്പോ അയാൾ ആ നിസ്കാരം ഇതെല്ലാം കണ്ടിട്ടാകുമ്പോ ഒന്ന് മുട്ട പോയി നോക്കുവാണ്ടായിരുന്നു. മുട്ട പോയി നോക്കിയിട്ടാകുമ്പോ അയാൾ എന്തിനെ ചൊല്ലു അതെല്ലാം ഞാൻ എന്താക്കിയ തെല്ല് കാത് കൊടുത്തേ. അങ്ങനെ നാന് വിചാരിക്കാണ്ട് തന്നെ ഞാനത് അയാളൊരു മുട്ടത്താളായ. അപ്പൊ എന്തിനു ചൊല്ലണം കേൾക്കണം. അങ്ങനെ ഞാന് അയാളെ മുട്ട പോയ പലക്കറിഞ്ഞ. അപ്പൊ ഞാൻ എന്റെ തടിട്ടേ ചൊല്ലേ, നീന് വലിയ തെരിഞ്ഞവനല്ലേ, വലിയ സാഹിത്യകാരനല്ലേ, പൊട്ടേത് നല്ലതേതിന്റെ നിനക്ക് വേർതിരികാവില്ലേ, പോയിട്ട് പലക്കറിഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തു പോയപ്പോ പിറവത്തെ ഞാനും പോയ ഔത്തു പറഞ്ഞു. എന്നിട്ട് പോയിട്ട് ചൊന്നേതാ ഈ റായത്തെ മൂപ്പമാറല്ല ഇങ്ങനെ ചൊന്നാറ്. അങ്ങനെ ഞാൻ കാതുക്ക് പറത്തി വെച്ചിട്ടാ വന്നിട്ട് നിങ്ങളെ പലക്കൊക്കെ കോത്തീറാണ്. പക്ഷെ അത് ഇങ്ങനെ സംഭവിച്ചു വെക്ക്. അപ്പൊ നിങ്ങളെ വിഷയിച്ചുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ കാര്യമുള്ള തൗഹീദും ഇസ്ലാമും ചൊന്നു കൊടുത്തിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിത്ത് സൂറത്തുൽ ഫലഖ് ഓതിത്ത് ഇതെല്ലാം കേട്ടാൽ ചൊല്ലേ ഇങ്ങനത്തെ ഒരു പലക്കനാണ് കേട്ടിട്ടുള്ളത്. എന്തൊരു പലക്കായിട്ട്, എന്തൊരു അർത്ഥമായിട്ടിക്കട്, എന്തൊരു ചന്തായിട്ടിക്കട് ചൊന്നേ അങ്ങ് അറബി തെരഞ്ഞങ്ങ അതിലെ ചന്തവും അതിലെ മാഹിത്യം അങ്ങകേ കൊന്തവര്. അറബി തെരിയാത്ത അങ്ങക്ക് ഖുർആന്റെ സൗന്ദര്യം കൊന്തവില്ല. അറബി തെല്ല് തെരിഞ്ഞെങ്കുമ്പോ അറബി നല്ലോണം തെരിഞ്ഞെങ്കിൽ ഖുർആന്റെ ചന്തം ആ പലക്കത്തെ രീതിയും പലക്കത്തെ ചന്തമെല്ലാം കൊന്തവന്. അപ്പൊ ആ പലക്കത്തെ ഈ രീതിയെല്ലാം കൊന്തയിട്ട് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൈപിടിച്ച് ഇസ്ലാം ദീൻ സ്വീകരിച്ചത്. പിന്നെ തുഫൈൽ റളിയല്ലാഹു അൻഹു കുറെ കാലം മക്കത്തിൽ താമസിച്ച് ഇതെന്തൊക്കെ നബി തങ്ങളിൽ നിന്ന് ഖുർആനും മറ്റതൊക്കെ പഠിക്കും. എന്നിട്ട് റായത്തുക്ക് പോണക്ക് തീരുമാനാക്കിയപ്പോ ചെന്ന് നബിയെ നിന്റെ റായത്ത് വലിയ സ്ഥാനവും പ്രശസ്തിയുള്ള ആള്. അപ്പൊ നാന് അങ്ങോട്ട് പോണ്ടേ, പോയിട്ട് അങ്ങനെ ഇസ്ലാം നാണ് വിളിക്കണേ. അപ്പൊ നക്ക് ഒരു പ്രൂഫ് വേണല്ലേ. അപ്പൊ അള്ളാഹുടെ ദീനക്ക് വേനായിട്ട് അങ്ങനെ വിളിക്കുമ്പോ നക്കൊരു സഹായിയായിട്ട് നക്കൊരു പ്രൂഫ് വേണം. അതൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത് അല്ലാഹുമ്മ ഇജ്അൽ ലഹു ആയ, അള്ളാഹുവെ പഠിച്ചവനെ അയാൾക്ക് ഒരു ദൃഷ്ടാന്തത്തിന് ആക്കി കൊടുക്കുക. അങ്ങനെ അതാ നന്റെ മുഖത്തില് എന്തേ ഒരു വെളിച്ച, നന്റെ രണ്ട് കണ്ണുടെ ഇടയിൽ ഒരു ലൈറ്റോടെ ഒരു വെളിച്ച. അപ്പൊ ഞാൻ ചെന്ന പടച്ചവനെ ഇത് മുഖത്തിൽ വേണ്ട, എന്താ ചെന്നെങ്കിൽ നാണ് അങ്ങ പൂജിക്കിടക്കത്തെ വസ്തുക്കളെല്ലാം നിഷേധിച്ചിട്ടാകുമ്പോ നക്ക് സാപ തട്ടിട്ട് അങ്ങ് ചൊല്ലാറ്. അതുകൊണ്ട് മുഖത്തിൽ വേണ്ട, അതൊന്നും വേറെ എവിടെയെങ്കിലും ആവട്ടെ. അങ്ങനെ ആ വെളിച്ചം ചൊല്ലത് അയാളെ കൈ സാധാരണ അറബിങ്ങ ഈ വടി പിടിച്ചൊല്ല നടക്കുമ്പോഴത്തേക്കു, അതുപോലെ വണ്ടയുടെ മേലെ യാത്ര ചെയ്യുമ്പോൾ കുതിരയുടെ മേലെ യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊരു വടിക്കിട്ട് ചാട്ടിണ്ട് അതിൽ തോല് കൊണ്ടല്ല ഉണ്ടാക്കിയ ഒന്നായിട്ട്. അപ്പൊ അതിന് കൊടിയിൽ ഈ വെളിച്ച അവിടെ ബാക്കി ഒരു ലൈറ്റ്, ഒരു വെളിച്ച, ഒരു പ്രകാശം പുള്ളിങ്ങനെ ഇത് ഈ വടിയുടെ തലയില്, ഈ ചാട്ടിന്റെ തലയില്. അങ്ങനെ ഈ ഇതെന്തിനാ വന്നിട്ടാ ഒരു കിന്തിയിൽ നിന്ന് വെളിച്ച കത്തുവാട്ടി വെച്ച ഒരു ലൈറ്റ് പോലെ ഇങ്ങനെ കത്തി വെട്ടിക്കിടും, തൂറ്റിയിട്ട പോലെ. നാന് ആ റായത്തുക്ക് ഞാൻ എത്തിയ റായത്ത് എത്തിയിട്ടാകുമ്പോഴത്തേക്കും
ബാപ്പ വന്നു. ബാപ്പാണെങ്കിലും വലിയ വയസ്സ് ബാപ്പത്. അപ്പൊ വന്ന് ബാപ്പയുടെ ദൂരെ പറഞ്ഞു, എന്തല്ല അത് നാനും നിങ്ങൾ ഒരുപോലെ അല്ല, എന്തേ ഞാൻ എന്തെങ്കിലും ദീന സ്വീകരിച്ചിട്ട്. അപ്പൊ ബാപ്പ ചെന്ന് നീൻ അങ്ങനെയെങ്കിൽ നാനും അങ്ങനെ, നിന്റെ ദീന ആ ദീനങ്ങൾ നാനും പണ്ട. ബാപ്പ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോ ബാപ്പയുടെ ചെന്ന് പോയിട്ട് കുളിച്ചിട്ടല്ല ബറു, വസ്ത്രമെല്ലാം ശുദ്ധിയാക്കിയിട്ട് ബറു നാ പടിപ്പാട്ട്. അങ്ങനെ ബാപ്പ പടിപ്പാട്ടി കൊടുത്തിട്ട് ബാപ്പ ഇസ്ലാം വന്ന്. പിന്നെ പെഞ്ഞായി വന്നിട്ട് അവനാ ചെന്ന് ദൂരപ്പോ ഞങ്ങൾക്ക് നിങ്ങൾ സമാവില്ല, കാരണം ഞാനിപ്പോ പുതിയൊരു ദീനുമായിട്ട് വന്നോ. അപ്പൊ എടുത്ത് എന്തായിട്ട് അപ്പൊ ഇസ്ലാമായിട്ട് മക്കത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചോണായിട്ട് ഞാൻ ആ ദീൻ പിൻപറ്റിയോളൂ. അപ്പൊ അയിമ ചെന്ന് നല്ലതും നിങ്ങളത് നാനും അതേ ദീനക്ക്. അപ്പൊ ചെന്ന് പോയിട്ട് കുളിച്ചിട്ട് ശുദ്ധിയായിട്ടല്ല പറഞ്ഞ പടിപ്പാട്ടി തന്നെ. അങ്ങനെ അയിമ പോയിട്ട് കുളിച്ചിട്ടല്ല ശുദ്ധിയായിട്ട് വന്ന് ദീനല്ല പടിപ്പാട്ടി കൊടുത്തു. പിന്നെ ആ റായത്താൽ മാറുന്നു വന്നിട്ട് ദൗസ് ഗോത്രത്തെ ആ കബീലത്തെ വിളിച്ചത്. പക്ഷെ അതിൽ എല്ലാവരും ഒറ്റയടിക്ക് വന്നില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചല്ല. ഹദീസുകളിൽ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായിട്ട് അബൂ ഹുറൈറ. കാരണം 3 വർഷം നബി തങ്ങൾ ഇട്ടുകിന്ന്. ഇൻഷാ അല്ലാഹ് അബൂ ഹുറൈറയുടെ ചരിത്രം എനിക്ക് പറയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ ആ 3 വർഷം നബി തങ്ങളെ തൊട്ട് പന്തിയിട്ടില്ല. ലാസിമാക്കി നബിയിലേക്ക് അണ്ടിപ്പിടിച്ച് ജീവിച്ചാലായിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അത്രക്കും ഹദീസ് നബിത്തങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് വലിയ ഇൽമ അതൊക്കെ മാത്രമായിട്ട് ജീവിതം വെച്ച മഹാനായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു നബിത്തങ്ങൾ കിട്ടിയിട്ട് 3 വർഷം മാത്രം. അപ്പൊ ആ അബൂ ഹുറൈറ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു പിന്നെ നബിത്തങ്ങളിട്ട് വന്നിട്ട് പിന്നെ 3 വർഷം. അപ്പൊ മഹാനായ തുഫൈൽ റളിയല്ലാഹു അവിടെ എത്തിട്ടാൻ പോയിട്ട് തുഫൈൽ റളിയല്ലാഹു മുഖേനായിട്ട് ഇസ്ലാം സ്വീകരിക്കുക. ഇവിടെ ആ ദൗസ് ചൊല്ല ആ കബി ഗോത്രത്ത് തുഫൈൽ റളിയല്ലാഹു ചൊല്ല്. അങ്ങനെ ഞാൻ മക്കത്തേക്ക് വന്നേ. കണ്ടിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു നബി തങ്ങൾക്ക് അടുത്ത് എത്ര ആൾമാർ കൂടിയാറ്. അപ്പൊ ചെന്ന് നബിയെ അങ്ങ് കുഫ്രിയത്തിലെ ഉള്ളവർ ആ കൽബുക്ക് ഇത് നാട്ടിയില്ല നബിയെ. അപ്പൊ അങ്ങ് വടക്കിലെ ഉള്ളവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളു എടുത്ത് നിസ്കരിച്ച് കൈയുടെ ആകാശത്ത് ഉയർത്തിയിട്ട് ചെന്ന് ഞാൻ പേടിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു കൂടെ ഉണ്ട്. ഈ 2ാമത്തെ ട്രിപ്പിൽ പോകുമ്പോ തുഫൈൽ റളിയല്ലാഹു പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു കൂടെ ഉണ്ട്. അപ്പൊ ഈ നിസ്കരിച്ച് കൈവർത്താൻ ഞാൻ പേടിച്ച ഞങ്ങളെ റായത്തെ ഈ ആളുമാർക്ക് അങ്ങനെ കുഫ്രിയത്തിൽ ഉറച്ചു നിന്നിട്ടാകുമ്പോ അങ്ങ് ശിക്ഷ പിറകു ദ്വാരക്കടായിട്ട് കൊണ്ടാണ് പേടിച്ചു പോയാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നത് അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ. ദൗസ് ഗോത്രത്തിനെ ഹിദായത്തിലാക്ക് എന്നായിട്ട് നബി തങ്ങൾ 3 വട്ടം ദ്വാരുന്നത്. പിന്നെ 2 കൊല്ലം തിരിഞ്ഞു നോക്കിയിട്ട് ചെന്ന് റായത്ത് പോ അങ്ങനെ ഇസ്ലാം ബിൽക്ക് മൃദുവായി ഞങ്ങളിട്ട് പലക്കെ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു ചെന്ന് ഞാൻ ദൗസ് ഗോത്രത്തിൽ പോയി അങ്ങനെ ഇസ്ലാം വിളിച്ച. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പോയിട്ട് ബദർ യുദ്ധമായിട്ട് ഉഹുദ് യുദ്ധമായിട്ട് ഖന്തഖ് യുദ്ധമായിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടനാണ് അവർക്ക് ബറമ്പത്തും. നബി തങ്ങൾ മദീനത്തേക്ക് വന്നാൽ പിന്നെ ബറമ്പത്ത്. നബി തങ്ങൾ മക്കത്തേക്കുമ്പോ നബി തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ മദീനത്തേക്ക് പിന്നെ ആയിട്ട് നബി അതിൽ പിന്നെ നബി തങ്ങൾ ഇവിടെ വന്നത് മദീനത്തേക്ക് വന്നത്. അപ്പൊ അതിനിടയിലൊക്കെ ഇയാളെ റായത്ത് പോയിട്ട് ഇസ്ലാം ദീന് പ്രബോധനായിട്ട് അങ്ങനെ മദീനത്തേക്ക് നബി തങ്ങൾ വന്നാൽ പിന്നെ നബി തങ്ങളൊട്ടുകു 80 ഔത്രങ്ങളായിട്ട് കണ്ടുള്ളത് എല്ലാവരും നല്ല ഇസ്ലാം സ്വീകരിച്ച് നല്ല ഇസ്ലാമിയത്തിലായിട്ട് അച്ചടക്കത്തിലായിട്ട് 80 ഔത്രങ്ങളായിട്ട് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷമായിട്ട് അണ്ട് ഖൈബർ യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കളെ അതൊക്കെ നമുക്ക് വീതിച്ചു കൊടുത്തിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് ചെന്ന നബിയെ എല്ലാ യുദ്ധത്തിലും നിങ്ങളെ ബലഭാഗത്ത് നിൽക്കുന്ന ടീം ഞങ്ങളെ ദൗസ് ഗോത്രത്തെ ഞങ്ങളെ ആക്കണം. അത് ഞങ്ങളെ എന്താക്കണം, ഞങ്ങളെ ഷിആറുടെ ബറക്കത്താക്കപ്പെട്ടതാക്കണം. പിന്നെ തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് പിന്നെ മക്കയുടെ മദീനത്ത് പിന്നെ മക്ക ഫത്ഹൈത്ത്. അപ്പൊ ചെന്ന് നബിയെ ദിൽകഫൈനി ആ ചൊല്ലെ ആ വിഗ്രഹത്തെ പൂജിച്ചോണ്ടുള്ള അവിടെ എന്റെ കടത്തോറ് നബിയെ. അങ്ങനെ അവിടെ പോയിട്ട് ആ റായത്തെ ആൾമാറല്ല എന്താ ഇയാൾ അവിടെ പോയിട്ടാകുമ്പത്ത് ഇതാങ്ങായിട്ട് അങ്ങ് അതൊക്കെ ആരാധിച്ചോണ്ടില്ല. അപ്പൊ അവിടെ പോയിട്ട്
എന്തായിട്ട് പ്രായത്തെ ആൾമാരും ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം നോക്കിക്കൊണ്ടുള്ളവർ മക്കളെല്ലാം കൂടി എന്തേ ഇയാളെന്തെങ്കിലും ഇത് കുപ്പതറാക്കിത്തെന്ന് കണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈ പടച്ചോ ഈ ഇങ്ങനെ പൂജിക്കപ്പെട്ട വസ്തു ഇയാളെ ശിക്ഷിക്കുന്നുണ്ട് ഇതിനെ നോക്കിയിട്ട് അങ്ങ് കാത്തു നിന്നോണ്ടില്ല എനിക്ക് ഇപ്പൊ എന്തിനവിടെ അപ്പൊ ആയിട്ട് മഹാനവറുകൾ അതിനെ തകർത്തപ്പം അവിടെയുള്ള ആൾമാർക്ക് മനസ്സിലായിട്ട് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുക സാധ്യമല്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ഇതൊക്കെ വെറുതെ വിവാദത്തെടുത്ത് എല്ലാവരും അങ്ങെന്താക്കിയാറ് മഹാനായ തുഫൈൽ റളിയല്ലാഹുവിന്റെ കൂടെ ഇസ്ലാമിക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഇസ്ലാം നല്ലയിട്ട് അങ്ങെല്ലാവരും ഇടി ആൾമാർ ഇടി റായത്തങ്ങമേ വിശ്വസിച്ചത്. അങ്ങനെ തുഫൈൽ ഇബ്നു അംറു ദൗസി റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് തോലും നബി തങ്ങളൊട്ടിಗಿತ್ತು. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് വന്ന് അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സേരിത്ത് അങ്ങനെ മുർത്തദ്മാരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഭാഗ്യമായിട്ട് അതെങ്കിൽ നബി തങ്ങളെ വഫാത്ത് കാലത്ത് ഏറ്റവും വലിയൊരു മുസീബത്തായിട്ട് എന്തെങ്കിൽ കുറെ ആൾമാർ കുറെ ആളെന്നല്ല ഇസ്ലാം വറക്കാത്ത ആൾമാർ ഇസ്ലാം കടന്നില്ല പക്ഷെ അത്ര ഈമാനങ്ങൾ ഗട്ടിയായിട്ടില്ല ശരിയായിട്ട് അങ്ങ് മനസ്സിലാക്കാത്ത അത്ര ആൾമാർ എന്താക്കിയായിരുന്നെങ്കിൽ നബി തങ്ങൾ വഫാത്തായിട്ടാകുമ്പോൾ എന്നെ ഇസ്ലാം എന്തില്ല ഞങ്ങൾ മുന്നത്തോടേക്ക് പോണാച്ചൊന്ന് ഈ റിദ്ദത്ത് മുർത്തദ്ദായി പോയി എന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നബിയാണെന്ന് വാദിച്ചു വന്ന കുറെ ആൾമാർ എതിരടയിലേ അതിൽ ഒരു വ്യക്തിയായിട്ട് മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധാക്കേണ്ടി വന്നത്. കാരണം ഇത്രത്തോളം നബി തങ്ങൾ കെട്ടിപ്പയർത്തിയ ദീന് ആ ദീൻ നല്ല അച്ചുകെട്ടിലെത്തി എല്ലാ നിലക്കും അതിൽ പൂർത്തിയാക്കി നബി തങ്ങൾ ഞങ്ങളെ കയ്യിൽ തന്നു പോയിട്ട് നബി തങ്ങൾ വഫാത്താകുമ്പോ കൊരിയ ആൾമാർ പിന്മാറിട്ടാകുമ്പോ അത് ഇടീ റായമേ ഫസാദ് അവിടെ എനിക്ക് അവസ്ഥ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ നേരിടേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതായിട്ടുണ്ട്. അത് നേരിട്ടിട്ട് അതിൽ ഒരു യുദ്ധമായിട്ട് മുസൈലിമത്തുൽ കദ്ദാബുമായി നബി എന്ന് വാദിച്ചു വന്ന ആ മുസൈലിമത്തുൽ കദ്ദാബുമായി നടന്നൊരു യുദ്ധം. അതിൽ യമാമ യുദ്ധം ആയിട്ട് ചൊല്ലേ. അങ്ങനെ ആ യമാമ യുദ്ധത്തിന് പോണ്ട് ആ തെരുളായിട്ട് ഞാൻ പാടെ കണ്ട കിനാവ് ഏത് തുഫൈൽ റളിയല്ലാഹു അൻഹു കണ്ട ഒരു കിനാവിടെ ചൊന്നല്ലേ. അപ്പൊ ആ സംഭവം തുഫൈൽ റളിയല്ലാഹു അൻഹു അവിടെ ചൊല്ലേ നന്റെ തലപടിക്കൊരു കിനാവ് കണ്ടെത്ത് ബായിൽ നിന്നൊരു പക്ഷി പാരി പോണ്ട ശബ്ദം കണ്ടനാണ്. പിന്നെ നന്റെ റൂം പെണ്ണുങ്ങ ബേത്രൊൾക്കാക്കിത്ത് പിന്നെ അയിമടെ ബേത്രൊൾക്കത്ത് ഞാൻ എത്തില്ല എന്നുള്ളത് നന്റെ മോൻ നന്റെ അർജന്റിൽ തേടരെ പക്ഷെ നന്നിട്ട് എത്തുകയില്ല എന്നുള്ളത്. അപ്പൊ ആ സംഭവത്തെ അയാൾ തന്നെ വ്യാഖ്യാനിച്ചതെന്നാണ് ഈ ക്ലാസ്സിലെ തുടക്കത്തിൽ ചൊന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ട് യമാമ യുദ്ധത്തിൽ മഹാനായ തുഫൈൽ ഇബ്നു അംറു ദൗസി റളിയല്ലാഹു അൻഹു അതില് ഒരുപാട് കഷ്ടമാണ്. യുദ്ധത്തിലാകുമ്പോ അമ്പ് വന്നു പൂണ്ട് ബാണ്ട് കൊത്തുപൂണ്ട് കൈ പോണ്ട് കാല് പോണ്ട് ഇങ്ങനത്തെ പല സംഭവങ്ങളും സംഭവിച്ചിട്ട് മഹാനവർകൾ കഷ്ട സഹിച്ചിട്ട് ആ യുദ്ധത്തിൽ തന്നെ മഹാനവർകൾ ഷഹീദായിട്ട്. അപ്പം അയാള് മോനും അങ്ങനെ യുദ്ധാക്കിയിട്ട് ആ മോനുകും ഗായല്ലായിട്ട് പക്ഷേ മോന്റെ ബലത്തെ കൈ പോയിട്ട് അങ്ങനെ യമാമ റായത്തുക്ക് ആ യമാമ റായത്തിൽ നിന്ന് യുദ്ധാക്കി മഹാനവർകളെ ദഫൻ ചെയ്ത് അങ്ങനെ എന്താക്കിയത് തിരിച്ച് മദീനത്ത് വന്നത്. മദീനത്ത് പറമ്പത്തുക മഹാനായ തുഫൈൽ റളിയല്ലാഹുവിന്റെ മോൻ അംറു ചൊല്ല മോന് ആ മോന്റെ ബലത്തെ കൈയില്ല. ബലത്തെ കൈയിലെയും ഈ ബാപ്പയുടെയും എല്ലാം ഇവിടെ ബലത്തെ കൈ നഷ്ടപ്പെട്ടത് യമാമ യുദ്ധത്തിൽ. ബാപ്പ മരിച്ചത് യമാമ യുദ്ധത്തിൽ. ഇത് ദഫൻ ചെയ്തിട്ടായിട്ട് മദീനത്തേക്ക് പണ്ടേ. അപ്പൊ ബാപ്പ കണ്ടത് ചൊന്നല്ല എന്റെ മോൻ അർജന്റ് എന്റെ തേടിയോണ്ടിക്ക പക്ഷെ മോനുക്ക് അത് കിട്ടില്ല കുറെ കഴിഞ്ഞിട്ടായിട്ട് കിട്ടാൻ. ആ ചെന്നതിനർത്ഥം മോനും ഷഹീദാവുകനായിട്ട് ആഗ്രഹിക്കട പക്ഷേ അതിൽ ഷഹീദാവുകാവില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അത് മോനുക്ക് കിട്ടുകയെന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ കാലഘട്ടത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിട്ട് കാലഘട്ടത്ത് ഈ തുഫൈൽ റളിയല്ലാഹുവിന്റെ മോൻ അതായത് അംറു ചൊല്ലാല് ബന്ത്. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആഹാരത്തെ പറഞ്ഞു വെച്ചിട്ട് അപ്പൊ ജനങ്ങളൊക്കെ ചുറ്റു തെച്ചിരത്. അപ്പൊ അങ്ങനെല്ലാം ബിൽച്ചിട്ടാകുമ്പോഴത്തേക്കും ഈ തുഫൈൽ റളിയല്ലാഹുവിന്റെ മോൻ അംറു ചൊല്ലാല് ദൂരനുണ്ടെത്ത് അതിൽ വന്നില്ല. അപ്പൊ എടുത്ത് എന്തേ നീ പറവച്ചാറ് ബലത്തെ കൈ നഷ്ടപ്പെട്ടിട്ടാ? അപ്പൊ ചെന്ത അതേ അമീറുൽ മുഅ്മിനീൻ. അപ്പൊ ചെന്ത് നിങ്ങ തൊടാട്ട് ഈ ഫുഡ് ഞങ്ങൾ തൊടില്ല ഈ ആഹാരം ഞങ്ങൾ തിന്നില്ല എന്നിട്ട് ചൊല്ലേ വല്ലാഹി മാ ഫിൽ ഖൗമി അഹദുൻ ബഅ്ദുഹു ഫിൽ ജന്ന ഇല്ലാ അൻത്. ഈ കൂട്ടത്തിൽ കൂടി ആൾമാരിൽ നിന്ന് ബലത്തെ കൈ സ്വർഗത്തിൽ കടന്ന വ്യക്തി നിങ്ങളല്ലാണ്ട് ആരുമില്ല. അയാൾ ഹയാത്തിലുണ്ട് അയാളെ കൈ സ്വർഗത്തിൽ കടന്നു. കാരണം യുദ്ധത്തിൽ അയാളെ കൈ നഷ്ടപ്പെട്ടതായിട്ട്. അപ്പൊ കൈ സ്വർഗത്തിൽ പോയൊരു വ്യക്തി നിങ്ങളില്ലേ. അതുകൊണ്ടിട്ട് നിങ്ങൾ തൊടണം. ഇടത്തെ കൈയാണെങ്കിൽ വലത്തെ കൈയില്ല പിന്നെ ഇടത്തെ കൈയിൽ തൊടണ്ടേ. അപ്പൊ നിങ്ങൾ തൊടണം. നിങ്ങൾ തൊടാണ്ട് ഞങ്ങൾ ആരും തിന്നില്ല. കാരണം നിങ്ങളെ ബലത്തെ കൈ സ്വർഗത്തിലുണ്ട്.
നിങ്ങളെ ബാക്കി നിങ്ങളെ ഒരു ശരീരത്തെ ഒരു ഭാഗ സ്വർഗത്തിലുണ്ട്, എന്നിട്ട് നിങ്ങൾ ഹയാത്തിൽ ഞങ്ങൾ ഇട്ടുകൊള്ളാറ്, അപ്പൊ നിങ്ങൾ തൊടാണ്ട് ഞങ്ങൾ തൊടില്ല എന്നുള്ളത്. അപ്പോൾ മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി എന്നാല് അയാള് ഷഹീദായിട്ടിക്കട്, യുദ്ധത്തിൽ ഷഹീദായ ആളായിട്ടിക്കട്, മാത്രല്ല ഷഹീദിനെ മോനും കൂടി ആയിട്ടിക്കട്. അതായത് ഈ മോൻ അമ്ര എന്ന ഈ മോൻ അതിൽ പിന്നെ യർമൂക്ക് യുദ്ധത്തിൽ മഹാനവർകൾ പോയിട്ട് ആ യർമൂക്ക് യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ട് യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് മഹാനവർകൾ ഷഹീദായിട്ട്. അപ്പൊ അതല്ലേ ബാപ്പ ചെന്നത്, എന്റെ മോനക്കും ഷഹീദ് അവിടെ ഭാഗ്യം കിട്ടും. അതാ ഇപ്പല്ല, ഒരേ കാലം കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് യർമൂക്ക് യുദ്ധം നടന്നപ്പോ ആ യർമൂക്ക് യുദ്ധത്തിൽ വെച്ചായിട്ട് മഹാനവറുകളെ മോൻ, അതായത് അംർ റളിയല്ലാഹു അൻഹു ഷഹീദ് അവിടെ. അപ്പൊ ബാപ്പ ഈ തുഫൈൽ റളിയല്ലാഹു ഷഹീദ്, തുഫൈൽ റളിയല്ലാഹുവിന്റെ മോനും ഷഹീദ്. നിന്റെ മോനും ഷഹീദാവണം, യുദ്ധത്തിന് വേണ്ടി അള്ളാഹുടെ ദീനിന് വേണ്ടി അങ്ങ് പോരാടിയങ്ങ. അപ്പൊ തുഫൈൽ റളിയല്ലാഹു എന്നുള്ള വലിയൊരു സഹാബി അല്ലെ, തന്റെ ദീൻ പ്രബോധനം, തന്റെ റായത്താൽമാരെ ഇടീ ഇസ്ലാമക്ക് കൊണ്ടുവരുന്നു പ്രവർത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മഹബത്ത് വെച്ച് അവിടുത്തെ ദീൻ നിങ്ങളൊക്കെ ഒരു കാതുക് പടത്തി വെച്ച് വന്ന സ്വഹാബിയായിട്ടിക്കത് അല്ലെ. നബി തങ്ങളെ പലക്കെ കേൾക്കുക, അതാണ് അത്രക്കും കുറേശ്ശിങ് എന്താക്കിയാൽ ഇയാൾ മക്കത്ത് വന്നപ്പോ ഇയാൾ ഇട്ടിച്ചൊന്നത് ആ മനുഷ്യരെ പലക്കം ഇത് കേട്ടണ്ട, ആ മനുഷ്യർക്ക് കൂടിയരണ്ട, നോക്കില്ലാണ്ട് പോലും വിചാരിച്ച വ്യക്തിയായിട്ട്. പക്ഷെ നബി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടാകുമ്പോൾ അത്രക്കും ഭംഗിയുള്ള നിസ്കാരം, അത് കണ്ടായാലൊന്ന് നോക്കിപ്പോവാം, ഒന്ന് എന്തൊരു തെല്ല് കാത് കൊടുക്കാം, കാത് കൊടുത്തിട്ട് ഒന്ന് അരട്ടെ പലക്കറിഞ്ഞെങ്കിൽ എന്തില്ലേ, എന്തേ നല്ലതും പടക്ക് വേർതിരിക്കുന്ന കാവടല്ലേ. അങ്ങനെയായിട്ട് മഹാനവറുകൾ ആ ഇസ്ലാമോ കടന്നു വന്നത് അള്ളാഹു അവിടുത്തെ വറക്കത്ത് കൊണ്ട് ആ സ്വഹാബാക്കളെ ചരിത്രം മൂന്നാമത്തെ സ്വഹാബിയായിട്ട് ഇൻഷാ അല്ലാഹ് 60 സ്വഹാബാക്കളെ നമുക്ക് ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, കാതൊടുക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് മറ്റുള്ള ആൾമാർക്ക് എത്തുവാറ്റി കൊടുക്കണം. അള്ളാഹു ആ സ്വഹാബാക്കളൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.